ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് 3 ടിപ്സ് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നമുക്ക് കൊതുകിനെയും പല്ലിനെയും പാറ്റേനെയും ഒക്കെ തുരത്തി ഓടാനുള്ള ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടിപ്സ് കൊതുകിനെ എങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തുരത്തി ഓട്ടാം എന്നുള്ളൊരു ടിപ്സാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശീമക്കൊന്നേൻ്റെ ഇല കേട്ടോ. നമ്മുടെ പറമ്പുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ശീമക്കൊന്നേൻ്റെ ഇല വെച്ചിട്ടാണ്. അപ്പോൾ ശീമക്കൊന്നേൻ്റെ ഇല ഒരു വൈകുന്നേര സമയമാകുമ്പോൾ നമുക്കിങ്ങനെ വാതിലിൻ്റെ പോളയമേലും സ്റ്റെപ്പിലും നമ്മളെ കട്ടിൻ്റെ അടിയിലും സോഫേൻ്റെ അടിയിലും ജനൽപ്പാളികളിലും അതുപോലെ കർട്ടൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ തൂക്കിയിട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും കൊണ്ട് കൊതുക് അങ്ങനെ നമ്മളെ റൂമുകളിലേക്കൊന്നും വരില്ല. ഇതിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലാണ്. ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ കൊതുക് കൂടി പാറിപ്പോകുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളെ വീടുകളിലൊക്കെ നന്നായിട്ട് ഈ ഒരു ഇല വെതറിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൊതുകിനെ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ ചേരി പുകയിപ്പിക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ ചേരി വെച്ച് പുകയിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ശീമക്കൊന്നേൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുകയുടെ സ്മെല്ല് കൊണ്ടും കൊതുക് ദൂരെ സ്ഥലത്തേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി കാണിക്കുന്നത് നമ്മുടെ വീടുകളിൽ പാറ്റയും പല്ലിശല്യമൊക്കെ ഉണ്ടാവും. ആ പാറ്റേനെയും പല്ലീനെയും ഒക്കെ തുരത്തി ഓട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അത് നല്ല 100% എനിക്ക് റിസൾട്ട് കിട്ടിയൊരു ടിപ്പാണ്. ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം ഞാനിത് ചെയ്ത് നോക്കി, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പല്ലീനെയും പാറ്റേനെയും ഒന്നും പിന്നെ കാണുന്നില്ല. ചാവുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ചാവുന്നതൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാലും നമ്മളെ വീട്ടിൽ പല്ലീനെയും പാറ്റേനെയും ഒക്കെ കാണുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളക് വള്ളീൻ്റെ ഇലയാണ് കേട്ടോ. നമ്മുടെ വള്ളീൻ്റെ ഇല ഒരു ഇല മതി കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് പിച്ച് ചീന്തി നമ്മുടെ ഈ ഉരുളിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ആട്ടുകല്ലില്ലേ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് കുത്തി അത് എടുക്കണം. നമുക്ക് ഈ ഒരു രീതിക്ക് അത് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ കിട്ടുന്നത് വരെ നമ്മളതൊന്ന് നന്നായിട്ട് കുത്തിയെടുക്കണം. അപ്പം നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. ഒരൊറ്റ ഇല മതി. ഒറ്റ ഇല കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് തന്നെ ഇതിലേക്ക് ആകർഷിക്കും ഈ പല്ലിയും പാറ്റൊക്കെ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ പള്ളീൻ്റെ ഇലയ്ക്ക്. ഇനി നമുക്കിതിൽ കുറച്ച് മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് അമൃതം പൊടിയാണ് കേട്ടോ. നമ്മളെ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന പൊടിയില്ലേ, അതിൻ്റെ ഒരു 1/4 സ്പൂണ് മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതൊരു മധുരം കഴിക്കാനായിട്ട് പല്ലിയും പാറ്റുമൊക്കെ വരില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങളെ കയ്യിൽ ബിസ്ക്കറ്റോ റസ്കോ ബ്രെഡോ അങ്ങനെ എന്ത് പലഹാരം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് പൊട്ടിച്ച പേക്ക് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇതാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിന് നല്ല മധുരമുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പാരസെറ്റമോൾ ഗുളിക കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയൊന്നുമല്ല, ഡേറ്റ് ഉള്ള ഗുളിക തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത് ചേർക്കുക. അപ്പോൾ ഇതൊന്ന് കുത്തി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പേപ്പറിലിട്ട് നന്നായിട്ടൊന്ന് കുത്തി പൊടിച്ചെടുക്കുക. നമ്മൾ ഈ ഒരു കൂട്ട് തയ്യാറാക്കി വെക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മക്കൾക്ക് എത്താത്ത ഭാഗത്തേക്കാക്കി വെക്കട്ടോ. മക്കൾക്ക് ഇതെന്താണെന്നൊന്നും അറിയില്ല. അവരൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പല പ്രോബ്ലങ്ങളും വരും. അതുകൊണ്ട് സൂക്ഷിക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ആ ഒരു കൂട്ടിലേക്ക് ചേർക്കുക. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലും ചേർക്കാം. സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത്
കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സ്മെല്ലുണ്ടാവും. ആ സ്മെല്ലുകൊണ്ട് ഇതിലേക്ക് ആകർഷിച്ച് പല്ലിയും പാറ്റയൊക്കെ വരും. ഞാൻ ഈ ഒരു ടിപ്പ് യൂട്യൂബ് കണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. പക്ഷേ പല്ലിയും പാറ്റയൊന്നും ചത്ത് കിടക്കുന്നത് ഞാൻ എവിടെയും കണ്ടില്ല. പക്ഷേ എത്രയോ കുറവുണ്ട് കേട്ടോ. ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷം അങ്ങനെ പല്ലീനെയും പാറ്റേനെയും ഒന്നും വീടുകളിൽ കാണുന്നില്ല. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഇനി ഞാനിത് ചെറിയ മൂടികളിലാക്കി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുക്കുന്നത് മരുന്നൊക്കെ കഴിക്കാനായിട്ട് ഉള്ള മൂടിയില്ലേ, ആ മൂടിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള 3 മൂടികളിലേക്കുള്ള കൂട്ടുണ്ട് കേട്ടോ അത്. മൂന്ന് മൂടികളിൽ ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എനിക്കിത് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നല്ല എഫക്റ്റീവായൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇതിനു മുമ്പ് കുറേ ടിപ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്നും റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ ഇതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഞാൻ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്തൊന്ന് വെച്ച്, ഒന്ന് ഗ്യാസിൻ്റെ അടുത്ത് വെച്ച്, ഒന്ന് സാധാ ഞങ്ങളെ തണഭാഗത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. 3 സ്ഥലങ്ങളിലായിട്ടാണ് ഞാൻ വെച്ചത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ